ഇന്നിവിടെ ആണെങ്കിൽ സന്ധ്യ വരെ മഴയായിരുന്നേ. സന്ധ്യയായപ്പോൾ ഞാനും മമ്മിയും കൂടി ഇങ്ങനെ ആലോചിച്ചു ഇന്ന് രാത്രിയിൽ എന്നാണ് ഡിന്നറായിട്ട് ഉണ്ടാക്കുന്നതെന്ന്. അപ്പം മമ്മി പറഞ്ഞു നമുക്കെന്നാൽ കപ്പ പറിക്കാമെന്നേ. അപ്പോൾ കപ്പ പറിച്ചപ്പോൾ ദാ ഇങ്ങനെയൊക്കെയാണ് കിട്ടിയത്. ഒരു കപ്പയ്ക്കകത്ത് ഒന്നുമില്ലായിരുന്നു. പിന്നെ ലാസ്റ്റ് ഒരു മൂട് കപ്പയും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് പിടിച്ച് നോക്കിയപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും പുഴുങ്ങാനുള്ള 2 കിഴങ്ങ് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഈ ഭാഗങ്ങളിലൊക്കെ കപ്പ പുഴുങ്ങിയതും ചേമ്പ് പുഴുങ്ങിയതും ഒക്കെ കഴിക്കാൻ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾക്കും ഭയങ്കര ഇഷ്ടമാണ്. അതിനിടയിൽ മമ്മി കുറേ ജാതിക്ക വീണെന്നൊക്കെ പറക്കിയെടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ കപ്പയൊക്കെ കഴുകി വെച്ചിട്ട് നമ്മുടെ മുക്കിനേക്ക് മീൻ വാങ്ങാനായിട്ട് പോയി. ഇപ്പം ഇവിടെ ആണെങ്കിൽ കിളിമീനും നെത്തോലി മീനും ഒക്കെയാണ് കൂടുതലായിട്ട് വരുന്നത്. ഞാൻ വാങ്ങിയത് നെത്തോലിയാണ് പീര വെക്കാനായിട്ട്. മീൻ തോരൻ ഞങ്ങളുടെ നാട്ടിലോട്ടൊക്കെ പറയും. കുഞ്ഞു നെത്തോലിയായിരുന്നു. വെട്ടിയെടുക്കാൻ ഒരുപാട് സമയമെടുക്കും. അതുകൊണ്ട് ഞാനും മമ്മിയും കൂടെ ഒരുമിച്ചിരുന്നാണ് വെട്ടിയെടുത്തത്. എന്തായാലും ഞങ്ങളൊരു 10-15 മിനിറ്റിനുള്ളിൽ എല്ലാം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ മമ്മി മീൻതോരനുള്ള തേങ്ങയും കൂടി ചിരവി തന്നിട്ടുണ്ട്. അപ്പം മീൻതോരൻ ഞങ്ങൾ ഉണ്ടാക്കുന്നത് തേങ്ങയിലേക്കാണെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റും കുറച്ച് പച്ചമുളകും അരിഞ്ഞു കൊടുത്തിട്ടുണ്ട്, എരിവിന് ആവശ്യമുള്ളത്. പിന്നെ ആണെങ്കിൽ കുറച്ച് സവാള ഞാൻ അരിഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, അല്പം മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഈ ഒരു മീനിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൽ കുടംപുളിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, അല്പം വെള്ളം കൂടി ചേർത്ത് കൊടുക്കണേ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിനെ അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ മീൻ തോരൻ റെഡിയാവും. കപ്പയുടെ ഏറ്റവും നല്ലൊരു കോമ്പിനേഷനാണ് മീൻ തോരൻ. അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടുതൽ കുറച്ച് അയലയും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിനെ ഒന്ന് അരച്ചു വരട്ടി ഫ്രിഡ്ജിലേക്ക് വെച്ചു, നാളെ വറക്കാനായി. ഇവിടെ ആണെങ്കിൽ മീനിനൊക്കെ തീ പിടിച്ച വിലയാണ്. നിങ്ങളുടെ നാട്ടിലോട്ടൊക്കെ മീനിനൊക്കെ എന്താ വിലയെന്നൊക്കെ കമൻറ്റ് ചെയ്തുള്ളൂ കേട്ടോ. മീൻ ഒരു പകുതി വേവായപ്പോൾ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടിയും കൂടി ചേർത്തിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ചിട്ട് വീണ്ടും ഒന്നുകൂടി കുക്ക് ചെയ്യുക. ഇതിലെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ ആണെങ്കിൽ പച്ച വെളിച്ചെണ്ണയും കൂടെ തൂകി അടച്ചു വെച്ച് കഴിഞ്ഞാൽ മീൻ തോരൻ റെഡി. അപ്പോഴത്തേനും മറ്റേ അടുപ്പിൽ ഞാൻ കപ്പയും കൂടെ പുഴുങ്ങാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ ഞങ്ങളുടെ മീൻ തോരനും കപ്പയുമായിരുന്നു. എന്ന് ഞാൻ കഴിക്കുന്നതല്ല കാണിക്കുന്നത്, ഇന്ന് മമ്മി കഴിക്കുന്ന കാണിക്കുക.